ഹായ് ഗായ്സ്, JKK ഫോർ യുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മൂവി റിവ്യൂ ആണ്. സരിപ്പോത ശനിവാരം, സൂര്യ സാറ്റർഡേ. സിനിമ കണ്ടിട്ട് 1-2 ആഴ്ചയായി. ബട്ട് അന്ന് റിവ്യൂ ചെയ്തിരുന്നില്ല. ഓക്കെ, റിവ്യൂയിലേക്ക് പോവാം. സിനിമ ഡയറക്റ്റഡ് ബൈ വിവേക് ആന്ത്രേയ, റിട്ടൺ ഓൾസോ. ക്യാമറ സിനിമാറ്റോഗ്രഫീസ് ബൈ മുരളി ജി, edited by Karthika Srinivas, and music JX Vijay, and production company is DBV Entertainments. നമുക്ക് കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നാച്ചുറൽ സ്റ്റാർ നാനിയുടെ സിനിമയാണ് നാനി ആ സൂര്യ. ആൻഡ് ഓൾസോ SJ സൂര്യ ഈ സിനിമയിലുണ്ട്. CI ദയാനന്ദ് ദയ. ഈ സിനിമയിൽ നമ്മൾ പറയുമ്പോൾ SJ സൂര്യ നാനി ഇവരുടെ ഒരു ഷോ തന്നെയാണ് ഈ സിനിമ. എസ്പെഷ്യലി SJ സൂര്യ ആസ് ദയാനന്ദ് ദയ ആ സൈക്കോ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് SJ സൂര്യ ചെയ്തിട്ടുണ്ട്. നാനി ഓൾസോ ഡൺ ഹിസ് പാർട്ട് റിയലി വെൽ ആസ് ഹീറോ. പിന്നെ മുരളി ശർമ്മ കുർമാനന്ദ് ആയിട്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട് മുരളി ശർമ്മ. പിന്നെ P സായ് കുമാർ നാനിയുടെ ഫാദറായിട്ട് സൻകാരം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫീമെയിൽ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നാനിയുടെ മദറിൻ്റെ റോൾ ചെയ്തിട്ടുള്ളത് അഭിരാമിയാണ്. കുറച്ച് സീൻസേ ഉള്ളൂ, ഛായാദേവി. പിന്നെ നാനിയുടെ നമ്മുടെ സൂര്യയുടെ സിസ്റ്ററായിട്ട് വന്നിട്ടുള്ളത് അതിഥി ബാലനാണ്, ഭദ്ര. അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട് അവരുടെ പാർട്സ്. പിന്നെ ഈ സിനിമയുടെ ഹീറോയിൻ പ്രിയങ്ക അരുൾ മോഹനാണ്. പ്രിയങ്ക അരുൾ മോഹൻ ആസ് ചാരുലത, ആസ് വെല്ലാസ് കല്യാണി. ചാരുലതയാണ് മെയിൻ, കൂടുതൽ ഭാഗങ്ങളിലും ചാരുലതയായിട്ടാണ്. പിന്നെ ഒരു ഓൾഡ് ഒരു കല്യാണി, ഒരു ബാക്കപ്പ് സ്റ്റോറി നെയിം ഉണ്ട് കല്യാണി. അങ്ങനെ ചാരുലതയാണ് കല്യാണി. ഡുവൽ റോളൊന്നും അല്ല കേട്ടോ, സെയിം ക്യാരക്ടറിൻ്റെ തന്നെ ഒരു ബാക്ക് നെയിമാണ്. മെയിൻലി ചാരുലതയാണ് പ്രിയങ്ക. കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷെ ഉള്ള സീൻസ് പുള്ളിക്കാരത്തി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിനിമ എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ച, പേര് തന്നെ അറിയാലോ, സരിപ്പോത ശനിവാരം അല്ലെ സൂര്യ സാറ്റർഡേ. ശനിയാഴ്ച മാത്രം അടിക്കുന്ന ഒരു നായകൻ്റെ ഒരു സിനിമയാണ്. അനീതികൾക്കെതിരെ പോരാടുന്ന ഒരു നായകൻ. പക്ഷെ ശനിയാഴ്ച ദിവസം മാത്രമേ അടിക്കത്തുള്ളൂ, ബാക്കിയുള്ള 6 ദിവസവും അടിക്കത്തില്ല. അതൊക്കെ ഒരു കാരണമുണ്ട് എന്തുകൊണ്ട് ശനിയാഴ്ച എന്നൊക്കെ ഉള്ളത്. അതൊക്കെ സിനിമ കണ്ടവർക്കും ഒക്കെ അതറിയാം. ഇനിയിപ്പോൾ കാണാൻ പോകുന്നവർക്ക് സിനിമ കാണുക. ഓക്കെ, എനിവേ നല്ലൊരു സിനിമയാണ്. പിന്നെ എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ടത് ഇൻ്റർവെലിനോടടുത്ത് ഈ നായിക നമ്മുടെ പ്രിയങ്ക അരുൾ മോഹൻ തിരിച്ചറിയുന്നുണ്ട് ഈ നായകനെ. ഐ മീൻ നാനിയാണ് ആ വ്യക്തി എന്നുള്ളത്. അപ്പോൾ അത് ആ സീക്വൻസ് ഒക്കെ കൊള്ളാം. പിന്നെ തീർച്ചയായിട്ടും ക്ലൈമാക്സ് ഭാഗങ്ങളൊക്കെ കൊള്ളാം. പിന്നെ നാനിയുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഒരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ അതിഗംഭീരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും നാനിയുടെ പെർഫോമൻസൊക്കെ അതിഗംഭീരമാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ബഗബഗ അല്ലെങ്കിൽ ശിവതാണ്ഡവം എന്ന് പറഞ്ഞുകൊണ്ടുള്ള BGM മ്യൂസിക്കൊക്കെ തന്നെ അതിഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു പടി മുകളിൽ നിൽക്കുന്നത് നമ്മുടെ SJ സൂര്യയാണ്. പുള്ളി അതിഗംഭീരമാണ്. SJ സൂര്യയുടെ ഒരു പെർഫോമൻസ് ആസ് എ സൈക്കോ അത് ഗംഭീരമെന്ന് പറയേണ്ടി വരും. ആസ് ദയാനന്ദ് SJ സൂര്യയുടെ എല്ലാ സിനിമകളിലും നമുക്കറിയാമല്ലോ, പുള്ളി ഔട്ട് സ്കോർ ചെയ്യും എല്ലാവരെയും. ഇതിൽ നായകനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു വില്ലനാണ്, നമുക്കൊന്നും പറയാനില്ല SJ സൂര്യയെ പറ്റി. പിന്നെ നാനി ഓൾസോ. പിന്നെ സൊക്കലപാളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രാമവും വില്ലേജും അവിടുത്തെ ആൾക്കാരും ഒക്കെ ആയിട്ടാണ് ഈ സിനിമ കൂടുതലും പിന്നെ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ തന്നെ ആ വില്ലേജൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ഇത് നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. തിയേറ്ററിക്കൽ വാച്ചബിളിനുള്ള സിനിമ തന്നെയാണ്. ഇപ്പോഴും കുറച്ച് തിയേറ്റേഴ്സിലൊക്കെ ഉണ്ട് ഈ സിനിമ. കാണുക, കാണാത്തവർ കാണുക. പിന്നെ OTT വരുമ്പോഴൊന്ന് കാണണം തീർച്ചയായിട്ടും. നല്ലൊരു സിനിമയാണ്. ശനിയാഴ്ച മാത്രം തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ അടിക്കുന്ന ഒരു നായകൻ, ശരിപക്ഷത്ത് നിൽക്കുന്ന ഒരു നായകൻ, അതിനൊത്തൊരു വില്ലൻ, അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് സരിപ്പോത ശനിവാരം ഓർ സൂര്യ സാറ്റർഡേ. ഓക്കെ ഗൈസ്, ബൈ ബൈ, താങ്ക് യു, ബൈ ബൈ.